അപ്പോൾ നമ്മൾ മീൻ പീര വയ്ക്കാൻ വേണ്ടി 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്, 1 ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു സവള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു മാങ്ങ, കുടംപുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാം. എല്ലാം അരിഞ്ഞെടുത്ത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം മാങ്ങയും എല്ലാ സാധനങ്ങളും ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പുതിയ ഉരുളിയിലാണ് കേട്ടോ മീൻ പീര വയ്ക്കുന്നത്. എൻ്റെ കയ്യിൽ മൺചട്ടിയിൽ ഇത്രയും അളവ് കൊള്ളാനുള്ള വലിയൊരു മൺചട്ടിയൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്ത് ഇതിനകത്ത് തന്നെ വെക്കാം എന്ന് വിചാരിച്ച് നമ്മളെടുത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ കൂടെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മളങ്ങ് മിക്സ് ചെയ്ത് എടുക്കാൻ പോവാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ. പക്ഷേ എൻ്റെ വീടുകളിൽ അമ്മയൊക്കെ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും കൂടെ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെടുത്ത് ഈ കൂട്ടിലേക്ക്, ആ തേങ്ങയുടെയൊക്കെ ആ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. പക്ഷെ ഞാൻ ഇവിടെ സ്പൂണിട്ടാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്പൂൺ ഉപയോഗിച്ച് കഴിയുമ്പോൾ മീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ അല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചു. എന്നിട്ട് നമ്മളിനി അടുപ്പിൽ വെച്ച് ഇത് വേവിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും ഒത്തിരി സമയമൊന്നും വേണ്ട ഇതൊന്ന് മീൻ പീര ഈ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടി കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്കിത് കറി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ചെറിയ മീനല്ലേ. അപ്പോൾ എന്നിട്ട് നല്ലതുപോലെ മൂടി വെച്ച് നമ്മളിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ഇടയ്ക്ക് സ്പൂണിട്ട് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകില്ല. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടോ. എന്നാലേ നമ്മളുടെ വീഡിയോസിനൊരു റീച്ച് കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.